കേരളത്തിലടക്കം കേരളത്തിൻ്റെ പുറത്തും ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മറ്റു മതസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയ ആളുകൾ അവർ ഇപ്പോഴും സംവരണത്തിൻ്റെ ആനുകൂല്യം നേടുന്നുവെന്ന് ഈ ദളിത് സംഘടനകൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും സംവരണ സീറ്റുകളിലടക്കം ഇത്തരത്തിൽ പരിവർത്തിത ക്രൈസ്തവർ മത്സരിക്കുന്നു. രാജയുടെ തെരഞ്ഞെടുപ്പ് വിധിയൊക്കെ നമ്മൾ കണ്ട, പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിൽ പോലും ഇത്തരത്തിൽ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, അതായത് ദളിത് വിഭാഗത്തിൽ നിന്ന് പരിവർത്തനം നടത്തി മറ്റു മതത്തിലേക്ക് പോയ അല്ലെങ്കിൽ ക്രൈസ്തവനോ മുസ്ലിമോ ആയ വ്യക്തികൾക്ക് സംവരണം നൽകുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. എനിക്കതിൽ ഉത്തരം പറയാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. അത്തരത്തിൽ കൺവെർട്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് സംവരണം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ ബോധ്യം. പക്ഷേ എന്തുകൊണ്ട് അവർ കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളെ 28 അടി മാറ്റി നിർത്തുന്ന ഒരു ശ്രേണിക അസമത്വത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും നിങ്ങൾ സ്വമേധയാ മാറിപ്പോകുന്നതല്ല. നിങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരിത്രം പരിശോധിക്കൂ. ഞാനൊരു ഹിന്ദുവായി ജനിച്ചെങ്കിലും ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെ നിന്നും അദ്ദേഹം മാറിപ്പോവാൻ അദ്ദേഹം ചൂസ് ചെയ്യുന്ന മതം എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെ മതമായ ബുദ്ധമതത്തിലേക്കാണ്. അദ്ദേഹത്തിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഈ ആളുകൾ മുഴുവൻ അദ്ദേഹത്തിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇത് ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് ആളുകൾ വന്ന് സമീപിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലില്ല, ഐ വിൽ ഗോ ഫ്രം ഹിയർ എന്ന് പറയാനൊരു തീരുമാനം, ഒരു തീരുമാനം ഈ വ്യവസ്ഥക്കെതിരെ എടുക്കുന്ന രീതിയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എടുത്തിട്ടുള്ളത്. ഈ വ്യവസ്ഥയെ ആകെ തന്നെ ആടിയുലയ്ക്കുന്ന ഒരു തീരുമാനവുമായിരുന്നു അത്. അപ്പം നമ്മൾ ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതും കൂടി പരിശോധിക്കണം. എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾ മറ്റു മതങ്ങളിലേക്ക് മാറിപ്പോകുന്നത്? ഇങ്ങനെ മറ്റു മതങ്ങളിലേക്ക് മാറിപ്പോകുന്നവർ അവിടെയും വിവേചനം നേരിടുന്നുണ്ട്. അവരെ ഒന്നകിട പൗരന്മാരായിട്ട് അവരെ മതത്തിലും അത് കാണുന്നില്ല. അപ്പോൾ ദളിതർ മാറിപ്പോകുമ്പോൾ പേരുകൾ മാറുന്നു, അവരെ സാമൂഹിക അന്തരീക്ഷം മാറുന്നു എന്ന് പറയുമ്പോഴും അവിടെയും അപകടങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ള വലിയ ചോദ്യത്തിലുള്ള ഉത്തരം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി ലഭിക്കുന്നതാണ്. ആ സാഹചര്യം മാറ്റിയാൽ ആരെങ്കിലും ഇവിടെ പോവോ? അപ്പൊ ഈ സാഹചര്യമാണ് പ്രശ്നം. അപ്പോൾ ഈ നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള, ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നുള്ളൂ. പൂന പാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് 1930കളിൽ ഈ പൂന പാക്ടിന്റെ സമയത്ത് തന്നെ ഏർവാട ജയിലിൽ നിന്നും ഗാന്ധി സമരം ആരംഭിക്കുകയും ഈ തെരുവുവിളക്കുകളിൽ എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ എൻ്റെ ജനതയെ ഒറ്റിക്കൊടുക്കില്ല എന്ന് അംബേദ്കർ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഗാന്ധിയുടെ രാഷ്ട്രീയവും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു മതത്തിൽ നിന്നും ദളിതരെ മാറ്റി നിർത്താനാവില്ല എന്നുള്ള ഗാന്ധിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധി അത്തരത്തിൽ തീരുമാനമെടുക്കുകയും, എന്നാൽ ഐ ഡോണ്ട് ഹാവ് എ ഹോം ലാൻഡ് എന്ന് ഗാന്ധിയോട് അംബേദ്കർ തിരിച്ചു പറയുമ്പോൾ എനിക്കൊരു ഹോം ലാൻഡ് ഇല്ല ഗാന്ധി എന്ന് അംബേദ്കർ പറയുമ്പോൾ അംബേദ്കറിന്റെ ദളിത് രാഷ്ട്രീയം, അതുപോലെ തന്നെ അംബേദ്കർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സാംശീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അത്തരത്തിന് നിലപാടുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറിന് പോലും ഗാന്ധിയോട് പോലും ഐ ഡോണ്ട് ഹാവ് എ ഹോം ലാൻഡ് എന്ന് പറയേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ സാഹചര്യം മാറ്റിയാൽ തന്നെ ആളുകൾ ഈ സിസ്റ്റത്തിനകത്ത് നിന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല. സിസ്റ്റത്തിനകത്തു നിന്നും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടുപിടിച്ച് തടയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ സീറ്റാണ് കേരളത്തിലുള്ളത്. ആ 20 ലോക്സഭാ സീറ്റിൽ ഒരു ദളിതനായ ഒരു ജനപ്രതിനിധി ഉണ്ടാകുന്നത് കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ജയിക്കുന്നത് ഒരു സംവരണ മണ്ഡലത്തിലാണ്. രാജ്യസഭയിൽ ഒരു ദളിതൻ പോലുമില്ല. നേരത്തെ സോമപ്രസാദ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ദളിതൻ പോലുമില്ല. എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി, BJP ആയാലും ശരി, ഒരു ദളിതനെ സംവരണ മണ്ഡലത്തിനപ്പുറത്തേക്കൊരു മണ്ഡലത്തിൽ, അതായത് ഒരു ഷുവർ സീറ്റായ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല? അതായത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നേതൃനിരയിൽ, നിങ്ങളുടെ ദളിത് നേതൃനിരയിൽ, നിങ്ങളുടെ മുഖ്യധാര നേതൃനിരയിൽ കൊണ്ടുവരേണ്ട നേതാക്കളില്ല. അവരെ ദളിത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ദളിത് വിങ്ങുകളിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട നേതാക്കളാണ് അവർ എന്ന രീതിയിലാണ് നിങ്ങൾ പോലും ആ വിഷയത്തിനെ കാണുന്നതെങ്കിൽ അത് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിത്തറയുടെ പ്രശ്നം കൂടിയാണത്. നിങ്ങൾ ദളിതരായി കാണുകയും അവരെ സംവരണ ഇടങ്ങളിലേക്ക് മാത്രം പരിഗണിക്കുകയും ചെയ്യുമ്പോൾ രാജ്യസഭ പോലുള്ള സംവരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭ പോലുള്ള സംവരണമില്ലാത്ത ഇടങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന ദളിതർ മാത്രം 2000 പേരെ പറഞ്ഞയച്ചിട്ടുള്ള ഉന്നത സഭയിലേക്ക് കേവലം 20-ൽ താഴെ അംഗങ്ങൾ മാത്രം ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നും രാജ്യത്താകമാനം രാജ്യസഭയിൽ എത്തുമ്പോൾ അത് പരിശോധിക്കേണ്ടത്
അതാത് രാഷ്ട്രീയ നിയമസഭയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ ജിയെ പോലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് അവർക്ക് മറ്റൊരു മണ്ഡലത്തിൽ പരിഗണിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ തന്നെയുള്ള പല നേതാക്കന്മാരെയും BJP-യിൽ തന്നെ രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരെയും നിങ്ങൾ അതാത് മണ്ഡലത്തിൽ പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് ഇപ്പൊ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു ദളിതനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് നിങ്ങൾക്കൊരു ദളിതനെ പരിഗണിക്കാൻ പോലും സാധിക്കാത്തെന്നുള്ള വലിയ ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. ഘോരഘോരം ദളിതന് വേണ്ടി വാദിക്കുന്നു, ദളിതർക്ക് വേണ്ടി സമരം ചെയ്യുന്നു, പോരാട്ടങ്ങൾ നടത്തുന്നു, അവരുടെ അവകാശ സംരക്ഷണത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നേരിടുന്ന പല സംഘടനകൾ പോലും അവരുടെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു അവഗണന രീതി നിരന്തരം പിന്തുടരുന്നുണ്ട്. അത് അവർ തന്നെ പരിശോധിക്കട്ടെ, അതിലുള്ള മാറ്റം അവർ തന്നെ കൊണ്ടുവരട്ടെ. പൊതുമണ്ഡലങ്ങളിൽ ഇപ്പോൾ അത് തന്നെയാണ്, അതായത് നമ്മൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടി അംബേദ്കർ വാദിച്ചപ്പോൾ, ജനറൽ ഇലക്ട്രേറ്റിന് വേണ്ടി മഹാത്മാഗാന്ധി വാദിച്ചപ്പോൾ, ഗാന്ധിയുടെ പിന്മുറക്കാരെന്ന് പറയുന്ന ആളുകളെങ്കിലും ജനറൽ ഇലക്ട്രേറ്റുകളിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന അംബേദ്കറിന്റെ ആശയം മാറ്റി നിർത്തിക്കൊണ്ട് ജനറൽ ഇലക്ട്രേറ്റിലേക്ക് നിങ്ങളൊരു പട്ടികജാതിക്കാരനെ പട്ടികവിഭാഗക്കാരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചാൽ അത് ഔന്നത്യത്തിലെത്തുന്ന മഹാത്മാഗാന്ധിയുടെ ചിന്തയും ആശയവും നിങ്ങളുള്ള ആശയ അടിത്തറയുടെ ഔന്നത്യമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് അതുകൊണ്ട് പറയാനുള്ളൂ. നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നവോത്ഥാന കേരളം. അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളം എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ മേഖലയിലും നമ്മൾ മാതൃകയാണ്. അപ്പോൾ CPM, കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. കർഷക തൊഴിലാളി പോരാട്ടങ്ങളിലൂടെയും നിരവധിയായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ CPM-ന്റെ ചരിത്രം നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മൾ അവർ പോരാട്ടം നടത്തിയിട്ടില്ലെന്ന് പറയാൻ ഞാനാണല്ലോ. പക്ഷേ അവർ പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികൾ തങ്ങളാണ്. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഒക്കെ പിതൃത്വം എന്നവർ അവകാശപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ CPM ആണോ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ അട്ടിപ്പേർ അവകാശികൾ? വളരെ കൗതുകം. നിങ്ങൾക്ക് വളരെ ഈ ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആളുകളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ആളുകളും നിരന്തരം ചോദിച്ചുകൊണ്ട് നിരന്തരം ഒരു പ്രൊപ്പഗാൻഡ പോലെ കൊണ്ടുകിടന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ദളിതരെ മുഴുവൻ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുകയും അവരെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നതും കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല എന്നൊരു വാദമൊന്നും എനിക്കില്ല. പക്ഷെ ഇതിൻ്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും നിങ്ങൾക്കാണെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട വളരെ പ്രസിദ്ധവും പ്രസക്തവുമായ ഒരു കാര്യമുണ്ട്. ഈ കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം അതിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് EMS ആണ് ഇന്ന് 103-ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക സംവരണത്തിൻ്റെ അടിത്തറ പാകിയിട്ടുള്ള വ്യക്തി എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവരികയും ആ ഭരണപരിഷ്കാര കമ്മീഷനിൽ കാസ്റ്റിന് പകരം നിങ്ങൾ ക്ലാസ്സിനെ ഉൾപ്പെടുത്തുകയും സാമ്പത്തികമായിരിക്കണം സംവരണത്തിൻ്റെ അടിസ്ഥാന മൂല്യം അല്ലെങ്കിൽ അടിസ്ഥാന ശില എന്ന് നിങ്ങൾ എഴുതി വെക്കുകയും അത് തന്നെ അന്നത്തെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്ര രേഖകളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ CPIക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യരൂപമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അവരെപ്പോഴും ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ കാസ്റ്റിനെ അവരൊരിക്കലും അഡ്രസ്സ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. കാരണം അവരുടെ ഈ എഴുതി വെക്കപ്പെട്ട നിയമസംഹിതയായ ദാസ് ക്യാപിറ്റലെല്ലാം അല്ലെങ്കിൽ കാർൽ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസത്തിലെല്ലാം നിരന്തരം അഡ്രസ്സ് ചെയ്യപ്പെട്ടത് ക്ലാസ്സിനെയാണ്. അപ്പോൾ അവർ ഈ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിരന്തരം ഈ ജാതീയമായിട്ടുള്ള ഈ പിരിക്കലുകളെ അല്ലെങ്കിൽ വേർപെടുത്തലുകളെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള ശ്രേണിഗത അസമത്വം സമൂഹത്തിൽ നിന്ന് മാറും എന്നുള്ള വലിയ തെറ്റിദ്ധാരണ EMS ഉൾപ്പെടെ വെച്ചു പുലർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷനിൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും അത് ഇന്ന് രാജ്യത്തെ 103-ാം ഭരണഘടനാ ഭേദഗതി നിലനിൽക്കുക. ഇനി നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ചരിത്രം എന്ന് പരിശോധിച്ചു. 1925-ലോ മറ്റോ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാകുന്നത്. 1964-ലാണ് രണ്ട് CPIയും ഇത് മാറുന്നത്. അപ്പോൾ നിങ്ങൾ കല്ലുമാല സമരം എടുത്താലും മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം എടുത്താലും നിങ്ങൾ സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം എടുത്താലും നിങ്ങൾ കല്ലുമാല സമരം എടുത്താലും നിങ്ങൾ വൈക്കം സത്യാഗ്രഹം എടുത്താലും അതുപോലെ തന്നെ അയിണ്ടതുരുത്തി മലയിൽ ഉണ്ടായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സന്ദർശനം എടുത്താലും ഗുരുവായൂർ സത്യാഗ്രഹം എടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിലോ
ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നവോത്ഥാന പോരാട്ടങ്ങളിലൊന്നും കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഇവരുടെ ആരുടെയും പേരുകളോ ഇവരുടെ ആരുടെയും ചിഹ്നങ്ങളോ എവിടെയും ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോൾ നമ്മൾ നിരന്തരം ഒരു നുണ ഫാക്ടറി കെട്ടിയുണ്ടാക്കുകയും ഗീബൽസൺ തന്ത്രങ്ങളുടെ ഭാഗമായി ദളിതരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ എപ്പോഴും ദളിതർക്കൊപ്പമാണ്, ഈ നവോത്ഥാന പോരാട്ടങ്ങളെല്ലാം ഞങ്ങളാണ് നയിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചരിത്രത്തിനോട് ഒരു അനീതി കൂടി ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന ഒരു ന്യായം കൃഷ്ണപിള്ളയുടെയും AKGയുടെ ഒക്കെ ഇടപെടലാണ്. ചിലവന്ന് കോൺഗ്രസ്സുകാരായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയധാരയോ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളോ നിങ്ങൾക്ക് ഈ നവോത്ഥാന പോരാട്ട മേഖലയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയാൻ കൂടി ഞാൻ തയ്യാറാണ്. കാരണം ഇതാണ് ചരിത്രം. ഈ ചരിത്ര വസ്തുത മറച്ചുകൊണ്ട് ഒരു ഗീബൽസൺ തന്ത്രം എന്ന പോലെ ദളിതരെ ചേർത്ത് നിർത്താമെന്നുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിട്ടായിരിക്കും അത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ട ചരിത്രങ്ങളിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് ആശയധാരയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയ ചിഹ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷെ കർഷക തൊഴിലാളി പോരാട്ടങ്ങളിൽ അവർക്ക് അവരുടേതായ സംഭാവനകളുണ്ട്. അതിൽ ദളിതരുണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളെല്ലാം ദളിതർ നയിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ, കോട്ടയത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ, കർഷകരെയും കർഷക തൊഴിലാളികളുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പങ്ക് അതിൽ വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാതി പോരാട്ടങ്ങളിൽ അവർ കാസ്റ്റിനെയും ക്ലാസിനെയും മനസ്സിലാക്കുന്നതിൽ വലിയ രീതിയിൽ ഇന്നും അവർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരാജയം തിരുത്തിക്കൊണ്ട് കാസ്റ്റിനെയും ക്ലാസിനെയും ഡിഫറൻ്റായി തന്നെ, അതായത് ജാതിയെയും വർഗത്തെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എന്നാൽ മാത്രമേ ആ പ്രശ്നങ്ങളിലേക്ക് അവർക്ക് കടന്നിറങ്ങി ചെല്ലാനും ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പോരാട്ടം രൂപപ്പെടുത്താനും ആശയധാര ഉണ്ടാക്കിയെടുക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വർഗവും ജാതിയും എന്നുള്ള രണ്ടായി തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് ആലോചിച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്തിയാൽ ഒരു പക്ഷേ ദളിതരുടെ മുന്നോട്ടുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും എന്ന് ഞാൻ ധരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് കേരളത്തിലെ സഭാ വക്താക്കളുടെ അടുത്ത്, അതായത് ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരുടെ അടുത്ത്, വിവിധ സഭകളുടെ നേതാക്കന്മാരുടെ അടുത്ത്, സഭാ പിതാക്കന്മാരുടെ അടുത്ത് പാർട്ടി നേതാക്കന്മാർ പോകുന്നു. അതിന് ഇടത് വലുതോ BJP വ്യത്യാസമൊന്നുമില്ല. ചിലർ അറിയാതെ പോകുന്നു, ചിലർ പരസ്യമായി പോകുന്നു. ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെ, അതായത് പ്രധാനപ്പെട്ട NSSന്റെയും SNDPയുടെയും നേതാക്കന്മാരുടെ അടുത്ത്, കൂടാതെ മുസ്ലിം സംഘടന സമസ്ത ഉൾപ്പെടെയുള്ള മുജാഹിദ് സംഘടനകൾ ഉൾപ്പെടുന്ന ആളുകളുടെ അടുത്ത് പോകാറുണ്ട്. പക്ഷേ കേരളത്തിലെ ദളിത് സംഘടനകൾ ഒരുപാടുണ്ട്. KPMS ഉണ്ട്, മണ്ണാൻ സഭയുണ്ട്, അതുപോലെ സാംബവ സമാജമുണ്ട്. അത്തരം നേതാക്കന്മാരുടെ അടുത്തൊന്നും ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവകാശപ്പെടുന്ന ആളുകൾ പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വലിയ ഒരു ലീഡിങ് വാർത്തയായിട്ട് വരാറില്ല. ഒരു ബിഷപ്പിനെ സന്ദർശിച്ചാൽ അത് പിറ്റേത്തെ പത്രത്തിലും ദൃശ്യമാധ്യമത്തിലും വലിയ വാർത്തയായി, ബ്രേക്കിംഗ് ന്യൂസായി വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ദളിത് സംഘടനാ നേതാക്കന്മാരുടെ അവരെ അങ്ങ് അരികുവൽക്കരിച്ച്, അല്ലെങ്കിൽ ദളിത് വോട്ട് ബാങ്ക് കൃത്യമായി കേരളത്തിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്, അവരെ കാണാതെ ഈ മുന്നോക്ക ജാതിയിൽപ്പെട്ട, അല്ലെങ്കിൽ ഈ പാലാ ബിഷപ്പിനെ പോലെ, താമരശ്ശേരി രൂപതാധ്യക്ഷനെ പോലെ, തലശ്ശേരി ബിഷപ്പിനെ പോലെയുള്ള ആളുകളെ, അല്ലെങ്കിൽ മറ്റ് സുറിയാനി സഭയുടെ അധ്യക്ഷനെ കാണുന്ന നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് ഈ ദളിത് സംഘടനാ നേതാക്കന്മാരെ കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ഒരു വോട്ട് ബാങ്ക് അല്ല എന്ന് കരുതിയിട്ടാണോ? അല്ല, ഒരിക്കലുമല്ല. ഞാനതിനെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ സമുദായ നേതാക്കന്മാരെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പോയി കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം ഇവരെല്ലാവരും രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നും അവർക്ക് അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ജാതി, അവരുടെ സെക്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോലും ആളുകൾ സന്ദർശിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 രാജ്യത്തെ സെൻസസ് എടുത്ത് നോക്കിയാൽ തന്നെ ഈ 20 കോടി ജനങ്ങൾ വരുന്ന പട്ടികജാതിക്കാരെയും 10 കോടി ജനങ്ങൾ വരുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയെടുത്താൽ തന്നെ ഏകദേശം 25% ജനത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ സ്ഥിതി വലിയ രീതിയിൽ മാറ്റമില്ല. വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും. ഇതൊരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ എന്നൊരു സ്വയം വിമർശനമായൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഷപ്പിനെ ആരെങ്കിലും പോയി കാണും, NSSനെ പറഞ്ഞു, അപ്പോൾ അവർ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ 25% താഴെയുള്ള
ഇത്തരം മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണനയുടെ 1% പോലും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ CK ജാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CK ജാനുവിനൊരു സീറ്റ് കൊടുക്കുന്നതിൽ നിന്ന് പോലും പല സംവിധാനങ്ങളും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ പോലും ഇത്ര വലിയൊരു പോരാട്ടം നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിൽ ഭൂസമരവും ഭൂമുന്നേറ്റങ്ങളും നിൽപ്പ് സമരം ഉൾപ്പെടെ വരെ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ജാനുവിനെ പോലും അവഗണിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ കൃത്യമായി അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ ദളിത് സംഘടനകൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന കൂടി ദളിത് സംഘടനകൾ നടത്തുകയും ഒപ്പം ഇത്തരം സംഘടനകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും കേവലം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി അവരെ ചേർത്ത് നിർത്താനുള്ളൊരു സമീപനവുമാണ് കേരളത്തിലെ ഇടത് വലത് മധ്യ മുന്നണികൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇത് ഞങ്ങളുടെ ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ആണ് എന്ന് ചിലർ വാദിക്കുമ്പോഴും അല്ല, അങ്ങനെയല്ല. പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒരു പക്ഷേ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ആര് ജയിക്കണം ആര് പരാജയപ്പെടണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചില ഇടങ്ങളിലെങ്കിലും ദളിത് വോട്ടുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം. ആ സാമൂഹിക യാഥാർത്ഥ്യം കേരളത്തിലെ മുഴുവൻ ദളിതരും ദളിത് നേതാക്കന്മാരും തിരിച്ചറിയുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം സംജാതമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പ്രാധാന്യത്തോടുകൂടി മുന്നോക്ക മേഖലയിലുള്ള ജാതി അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ വ്യവസ്ഥയിൽപ്പെടുന്ന ആളുകളെ സന്ദർശിക്കുന്നതിനുള്ള വലിയ കോളം വാർത്തകൾ ഈ അന്ന് സൃഷ്ടിക്കപ്പെടും എന്ന് ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് ആണ് ഞങ്ങളെന്നുള്ള ഒരു യാഥാർത്ഥ്യം ദളിത് സംഘടനകളും ദളിതരും ദളിത് നേതാക്കളും ഒപ്പം സാധാരണക്കായ ദളിതരും എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ള പോയിന്റിൽ വലിയ വാർത്തകൾ ഫ്രണ്ട് പേജ് കോളം ന്യൂസുകളായി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി.